സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. തിരഞ്ഞെടുപ്പ് അടുക്കുകയല്ലേ, അപ്പോൾ സ്വല്പം ഒളിപ്പോർ ആക്രമണങ്ങളൊക്കെ വേണം. പാർട്ടിക്കെതിരെ ഒളിപ്പോരാളികൾ ഇറങ്ങിയാലേ ഒരു ഗുമ്മുള്ളൂ. നേരിട്ട് ആക്രമിക്കാൻ പോലും ഭയമാണെന്ന് മറ്റുള്ളവരൊക്കെ അങ്ങ് കരുതിക്കോട്ടെ. കുറച്ച് വെയിറ്റ് വെച്ചാൽ എന്താ, പുളിക്കോ? കട്ട് ആൻഡ് റൈറ്റിൽ എന്താ ഒളിപ്പോർ കഥ എന്ന് കരുതുന്നുണ്ടാവും അല്ലേ? വേറൊന്നുമല്ല, മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ വേണ്ടി CPM കാണിച്ചു കൂട്ടുന്ന വേലകളിൽ പലതരം വെറൈറ്റി ഉണ്ട്. അതിലെ പുതിയ വെറൈറ്റിയെ കുറിച്ച് പറഞ്ഞതാണ്. വേറൊന്നുമല്ല, കഥാപരിസരം ഇതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. മന്ത്രി നടന്നു വരുന്നു. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. മന്ത്രിയും പോലീസുമുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോകാനായി എത്തിയതാണ്. മന്ത്രി സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ എത്തിയുടനെ കരിങ്കൊടി കയ്യിലേന്തി KSU പ്രവർത്തകൻ ഓടിച്ചെന്നു. മന്ത്രിക്കരികിലെത്തിയതും പോലീസ് തടഞ്ഞു. മന്ത്രി ഒച്ചയെടുത്ത് പോലീസുകാരോട് മാറാൻ പറയുന്നു. പക്ഷെ അവർ വിട്ടില്ലെന്ന് മാത്രമല്ല, മന്ത്രിയെ അനുനയിപ്പിച്ച് ഇങ്ങ് കൊണ്ടുവന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മന്ത്രിക്ക് കഴുത്തിന് ഉളുക്കു പറ്റുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളും. ഏതായാലും മന്ത്രിക്ക് നേരെ, അതും ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുന്നത് ആരായാലും അത് ശരിയല്ല. അതുതന്നെയാണ് കട്ട് ആൻഡ് റൈറ്റിനും പറയാനുള്ളത്. പക്ഷെ ഇവിടെ മറ്റൊന്നു കൂടിയുണ്ട്. മേൽപ്പറഞ്ഞ ആക്രമണം നടന്നോ എന്നതാണ്. മന്ത്രിക്ക് നേരെ നടന്നത് ഒളിപ്പോർ ആക്രമണമാണെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. കോൺഗ്രസുകാർ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. ഒളിച്ചിരുന്ന് ചാടി വീണത്രേ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത വിധം ക്രൂരവും ആസൂത്രിതവുമായ ആക്രമണമാണ് ഉണ്ടായതെന്നും ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ ആ അവസാനം പറഞ്ഞ രാഷ്ട്രീയ പ്രതിരോധം എന്താണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ എല്ലാ ജില്ലകളിലും SFI, DYFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. ആക്രമണത്തിനെതിരെ സംസാരിക്കുന്നവരാണ് വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ പ്രചരണാർത്ഥം വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കുത്തിക്കീറിയും തീയിട്ടും നഗരമധ്യത്തിൽ അവർ പൂണ്ടുവിളയാടി. കണ്ണൂർ കൊടിയേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. പ്രതിഷേധത്തിനിടെ കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CV സംജിത്തിനെ DYFI പ്രവർത്തകർ ആക്രമിച്ചു. കോൺഗ്രസ് ബോർഡുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച DYFI പ്രവർത്തകരെ തടയുന്നതിനിടെയാണ് മർദ്ദനമേറ്റത് എന്നാണ് റിപ്പോർട്ടുകൾ. മലപ്പുറം പാണ്ടിക്കാടും CPM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ CPM പ്രവർത്തകർ നശിപ്പിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോഴിക്കോട് കുരുവട്ടൂരിൽ കോൺഗ്രസ് ഓഫീസ് CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. കേട്ടാൽ അറയ്ക്കുന്ന മുദ്രാവാക്യം വിളികൾ കൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം. അവൾക്കൊപ്പം എന്ന് നിരന്തരം പ്രഖ്യാപിക്കുന്നവരാണ് സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് പ്രതിഷേധത്തിനിറങ്ങിയത്. ആ ജാഥയുടെ മുൻനിരയിൽ നിന്നാണ് സഖാവ് ചിന്തിച്ചോ ചിന്തിക്കാതെയോ മുദ്രാവാക്യം ഏറ്റുവിളിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ കോഴിക്കോട് തിരുവള്ളൂരിലെ വീടിന് നേർക്കായിരുന്നു ആക്രമണം. മുഖംമൂടി ധരിച്ച സംഘം നട്ടപ്പാതിരാത്രി വന്ന് വീടിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസുകാർ ബോംബെറിയുന്നത് ഏത് വകുപ്പിൽപ്പെടുത്തുമോ? കണ്ണൂർ റെയിൽവേ പോലീസാണ് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അഹമ്മദ് യാസീൻ, CH മുബാസ്, VV അക്ഷയ്, ബിദുൽ ബാലൻ എന്നിവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത്. കൊല്ലട എന്ന് ആക്രോശിച്ച് ആയുധം കൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. ഇവർ ഇപ്പോൾ കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലാണ്. മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് CCTV ദൃശ്യങ്ങളടക്കം യാതൊരുവിധ തെളിവുമില്ലാതിരിക്കെയാണ് പോലീസും മന്ത്രിമാരും ചേർന്ന് പൊറാട്ട് നാടകം നടത്തുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും മന്ത്രിയുടെ തൊട്ടടുത്ത് പോലും KSU പ്രവർത്തകർ എത്താത്തതും കിട്ടിയ ദൃശ്യങ്ങളെല്ലാം പോലീസ് മന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയതിൻ്റെതുമാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 55 ക്യാമറകളിൽ ദൃശ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ക്യാമറകളെല്ലാം RPF ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായാണ് സൂചന. ഇതിലൊന്നും മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ എന്തൊക്കെ തെളിവുകൾ ഇനി കൊണ്ടുവന്നാലും CPM അതൊന്നും സമ്മതിക്കാൻ തരമില്ല. കാരണം ഓരോന്നായി കണക്ക് കൂട്ടി വരികയാണ്. അത് അണുവിട പിഴച്ചാൽ എല്ലാം തെറ്റും. കാരണം ഇതുക്കും മേലെയാണ് പിണറായി 3.0 എന്നത്.
ഇനിയിപ്പോ നടന്നത് ഇത് ഒളിപ്പോരാണോ അതോ കോൺഗ്രസുകാർക്ക് ഒടിയൻ സേവയുണ്ടോ എന്നാണ് സംശയം. കാരണം തൊട്ടില്ല, പക്ഷേ കഴുത്തുളുക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജും തനിക്കെതിരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും പിന്തുടർന്ന് ആക്രമിക്കാനുമായി ചില മാധ്യമങ്ങളിൽ പ്രത്യേക ഡെസ്കുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു മന്ത്രിയുടെ കണ്ടെത്തൽ. ചില മാധ്യമ സ്ഥാപനങ്ങൾ തനിക്കെതിരെ മാത്രം വാർത്തകൾ നിർമ്മിക്കാനായി വീണ വിരുദ്ധ ഡെസ്കുകൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് വിരുദ്ധ ഡെസ്കുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. എന്താല്ലേ വീണ വിരുദ്ധ ഡെസ്ക്? മാധ്യമങ്ങൾ എന്തൊക്കെ ഡെസ്ക് വെക്കണം അല്ലേ? ഏതായാലും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒന്നടങ്കം ആസൂത്രിതമായി ആക്രമിക്കുന്ന സ്ഥിതിക്ക് ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതുക എന്നത് വല്ലാത്ത ജാതി കഴിവാണ്. ഒറ്റപ്പെടുമ്പോൾ അപ്പോൾ 18 അതിനപ്പുറവും അതിൽ വെറൈറ്റിയും പയറ്റേണ്ടി വരും.